CPIM-ലെ ജ്യോതിഷി വിവാദത്തിൽ പ്രതികരണവുമായി CPIM നേതാവ് പി ജയരാജൻ. വിഷയത്തിൽ സംസ്ഥാന സെക്രട്ടറി നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. കൂടുതലൊന്നും പറയാനില്ലെന്നും ജോത്സ്യനെ ആരെല്ലാം കാണുമെന്നും പി ജയരാജൻ പറഞ്ഞു. അല്ല, അത് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി സഖാവ് MV ഗോവിന്ദൻ മാഷ് തന്നെ പറഞ്ഞിട്ടുണ്ട്. അത്തരത്തിലുള്ള യാതൊരു വിമർശനവും കഴിഞ്ഞ സ്റ്റേറ്റ് കമ്മിറ്റി യോഗത്തിൽ ഉന്നയിക്കപ്പെട്ടിരുന്നില്ല. MV ഗോവിന്ദൻ മാഷ് തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. അതിനപ്പുറം ഞാൻ വ്യക്തമാക്കേണ്ടതില്ല. കേട്ടെ ഞങ്ങളുടെ പ്രതിനിധിയുണ്ട് വിവരങ്ങളുമായി കണ്ണൂരിൽ നിന്ന്. അരുൺ, നേരത്തെ തന്നെ ഈ CPM-ലെ ഒരു പ്രമുഖ നേതാവ് ജോത്സ്യനെ കണ്ടതുമായി ബന്ധപ്പെട്ട വിമർശനം സംസ്ഥാന കമ്മിറ്റിയിൽ ഉണ്ടായെന്നും അത് വലിയ ചൂടേറിയ ചർച്ചകൾക്കും വാഗ്വാദങ്ങൾക്കും ഒക്കെ ഇടവെച്ചു എന്നൊക്കെയുള്ള വിവരങ്ങൾ വന്നിരുന്നു. അതിനെയൊക്കെ പാടെ തള്ളിക്കൊണ്ടാണ് CPM സംസ്ഥാന സെക്രട്ടറിയുടെ പ്രതികരണം വന്നത്. ആ പ്രതികരണത്തെ ശരിയായ അർത്ഥത്തിൽ ശരിവെക്കുകയായിരുന്നോ ഇന്ന് പി ജയരാജൻ ചെയ്തത്, അതോ അദ്ദേഹം ഒരല്പം പരിഹാസം കലർന്ന രീതിയിൽ പ്രതികരിക്കുകയായിരുന്നു? എന്താണ് അദ്ദേഹത്തിന്റെ പ്രതികരണത്തിൽ നിന്ന് വായിച്ചെടുക്കാൻ കഴിയുന്നത്? GK സംസ്ഥാനത്തെ CPM-ന്റെ ഒരു മുതിർന്ന നേതാക്കൾ ഇത്തരത്തിൽ ജോത്സ്യനെ കാണാൻ പോകുന്നു. അതൊരു തെറ്റായ ഒരു പ്രവണതയാണ്. കമ്മ്യൂണിസ്റ്റ് നേതാക്കൾക്ക് ഉണ്ടാവാൻ പാടില്ലാത്ത തരത്തിലുള്ള പ്രവണത ഉണ്ടാവുന്നു ചില നേതാക്കളുടെ ഭാഗത്ത് എന്നായിരുന്നു സംസ്ഥാന സമിതി CPM-ന്റെ സംസ്ഥാന സമിതി യോഗത്തിൽ കണ്ണൂരിൽ നിന്നുള്ള ഒരു മുതിർന്ന നേതാവ് അത്തരമൊരു വിമർശനം ഉയർത്തിക്കൊണ്ടുവന്നു എന്നതാണ് പുറത്തു വന്ന വിവരങ്ങൾ. അതിൽ സംസ്ഥാന സമിതി യോഗത്തിൽ തന്നെ കൂടുതൽ ചർച്ചകൾ ഉൾപ്പെടെ നടന്നു എന്ന വിവരങ്ങളും പുറത്തു വന്നിരുന്നു. അതിനെ പാടെ നിഷേധിക്കുന്നതായിരുന്നു ഇതിൽ ആദ്യഘട്ടത്തിൽ പുറത്തു വന്ന CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ പ്രതികരണം. അങ്ങനെ ഒരു ചർച്ചയും നടന്നിട്ടില്ല, മാധ്യമങ്ങൾ ഉണ്ടാക്കിയ സൃഷ്ടി മാത്രമാണ് ആ ചർച്ച എന്ന കാര്യമാണ് MV ഗോവിന്ദൻ നേരത്തെ ആ കാര്യങ്ങൾ നിഷേധിച്ചുകൊണ്ട് പറഞ്ഞത്. പക്ഷേ കൂടുതൽ പ്രതികരണങ്ങളിലേക്ക് ആ വിഷയത്തിൽ പോകാൻ CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി തയ്യാറായില്ല. ഇതേ വിഷയത്തിലാണ് നമ്മൾ ഇന്ന് സംസ്ഥാന സമിതി അംഗമായിട്ടുള്ള പി ജയരാജന്റെ പ്രതികരണം തേടിയത്. അദ്ദേഹം കണ്ണൂരിലെ ഒരു മുതിർന്ന നേതാവാണ്. അദ്ദേഹത്തിന്റെ പ്രതികരണം തേടിയത് അതിൽ ഇത്തരം ചർച്ചകൾ പൂർണ്ണമായി നിഷേധിക്കുകയല്ല ചെയ്തത്. സംസ്ഥാന സെക്രട്ടറി ആ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ചിട്ടുണ്ട്. അത്തരം ചർച്ചകൾ നടന്നിട്ടില്ല എന്ന് സംസ്ഥാന സെക്രട്ടറി പറഞ്ഞിട്ടുണ്ട്. അതിനപ്പുറത്തേക്ക് താൻ എന്തെങ്കിലും പറയേണ്ടതില്ല എന്നതായിരുന്നു പി ജയരാജന്റെ ഇതുമായി ബന്ധപ്പെട്ട മറുപടി. അത് അങ്ങനെ പൂർണ്ണമായും നിഷേധിക്കുന്ന രീതിയിൽ പറഞ്ഞതല്ല, ഒരു ഒഴുക്കൻ മട്ടിൽ സംസ്ഥാന സെക്രട്ടറി ആ കാര്യങ്ങളൊക്കെ വിശദീകരിച്ചിട്ടുണ്ട്. അങ്ങനെ ചർച്ചകൾ നടന്നിട്ടില്ല എന്ന് പറഞ്ഞെടുത്ത് അതിനപ്പുറത്തേക്ക് എന്തെങ്കിലും താൻ പറയേണ്ടതില്ല എന്നതായിരുന്നു പി ജയരാജന്റെ ഇതുമായി ബന്ധപ്പെട്ട മറുപടി എന്തായാലും ഉണ്ട്. നേരത്തെ നമുക്കറിയാം CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പയ്യന്നൂരിലെ ഒരു ജോത്സ്യനെ കണ്ടതുമായി ബന്ധപ്പെട്ട ചിത്രങ്ങളൊക്കെ പുറത്തു വരികയും സമൂഹ മാധ്യമങ്ങളിൽ അത് ചർച്ച ചെയ്യപ്പെടുകയൊക്കെ ചെയ്തിരുന്നു. അതിന് പിന്നാലെയാണ് അത് ഈ കഴിഞ്ഞ ഫെബ്രുവരി മാസത്തിലായിരുന്നു ആ സന്ദർശനം ഉണ്ടായത്. അത് വ്യക്തിപരമായ സന്ദർശനമാണ് എന്ന തരത്തിൽ ആ ഘട്ടത്തിൽ തന്നെ MV ഗോവിന്ദന്റെ പ്രതികരണം ഉൾപ്പെടെ പുറത്തു വന്നിരുന്നു. എന്നാൽ വീണ്ടും സംസ്ഥാന സമിതിയിൽ ഇതേ വിഷയം ഉയർത്തിക്കൊണ്ടുവരുന്നു. കണ്ണൂരിൽ നിന്നുള്ള ഒരു മുതിർന്ന നേതാവ് തന്നെ ഇത്തരത്തിൽ ചർച്ച ആയി ഇത് വിമർശനമായി ഇത് ഉയർത്തിക്കൊണ്ടുവരുന്നു. അത് രാഷ്ട്രീയമായി CPM-ൽ ഒരു ചർച്ചയ്ക്ക് വിധേയമായിട്ടുണ്ട് എന്നതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ പരസ്യമായി നേതാക്കൾ ആ കാര്യങ്ങൾ നിഷേധിക്കുകയാണ് എന്നതാണ് നമ്മൾ ഇപ്പോൾ കാണുന്നത്. ശരി, അരുൺ പൂപ്പറമ്പയാണ് വിവരങ്ങൾ നൽകിയത്.